ഹലോ. ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ റെഡിയായി ബെൽജിയത്തിലേക്ക് പോകാനായിട്ട് കാറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാനായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പാരീസിൽ താമസിച്ച എയർബിഎൻബി ആണിത്. ചെറിയൊരു എയർബിഎൻബി ആയിരുന്നു. പക്ഷെ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. മെട്രോയുടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ ബെൽജിയത്തിലേക്ക് ഇവിടുന്ന് ബസ്സിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞ ബസ്സിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പം അവിടെ ആക്ച്വലി 2 പേർക്കാണെങ്കിൽ 2 പെട്ടി മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പം നമ്മളത് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ കയറാറായപ്പോൾ നമുക്ക് 3 പെട്ടി ഉണ്ടായിരുന്നു. അപ്പം ആ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആൾ വന്നിട്ട് നിങ്ങൾക്ക് 3 പെട്ടി ഉണ്ടല്ലോ, €8 തരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പിന്നെ അയാൾ തന്നെ പറഞ്ഞു, ഫസ്റ്റ് ടൈം വരികയല്ലേ, അപ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് വിട്ടു. പിന്നെ അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ മുകളിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. താഴെയുണ്ട് മുകളിലും ഉണ്ട്. താഴെ ഒരു ചെറിയ വാഷ്റൂമൊക്കെ ഉണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബെൽജിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബെൽജിയത്തിലെത്തി. അവിടുത്തെ എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്തു. ആ എയർബിഎൻബി ഒരു നല്ല എയർബിഎൻബി ആയിരുന്നു. കാര്യം വെച്ചാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അപ്പോൾ നല്ല കിച്ചണും നല്ലൊരു 1 BHK പോലത്തെ ഒരു നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഒരു പഴയ അപ്പാർട്ട്മെൻറ്റാണ്, പക്ഷേ വളരെ നന്നായിട്ട് വെച്ചിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർബിഎൻബി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഭക്ഷണം കിട്ടാൻ. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി നടന്ന് ഓരോ സ്ഥലത്തു നിന്നും അന്വേഷിച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഞങ്ങൾ എയർബിഎൻബി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ കുറേയൊക്കെ ഇവിടെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ട് പോകും. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ നോക്കുന്നത് എന്താ വെച്ചാൽ, അടുത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, അടുത്ത മെട്രോ അല്ലെങ്കിൽ ട്രാം സർവീസ് എന്താണെന്ന് വെച്ചാൽ അതുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ വരുന്ന ഫസ്റ്റ് ഡേ ഞങ്ങൾ നേരെ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പാല്, ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ അതും അരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കഞ്ഞി വെക്കാം, പിന്നെ ഉപ്മാവ് വെക്കാം, അങ്ങനെയൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ കുക്ക് ചെയ്ത് ഒരുവിധം ഫുൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ കാണും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിടാം. പിന്നെ അയൺ ബോക്സ് ഉണ്ടാവും, അപ്പോൾ വേണമെങ്കിൽ അയൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ വീട്ടിലെങ്ങനെ താമസിക്കുന്നു അതേപോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അതാ പ്രിഫർ ചെയ്യുക. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ വന്നു, കുറച്ച് കാപ്പിയെല്ലാം കുടിച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാം. ഞങ്ങൾ പാരീസിൽ എടുത്ത പോലെ വല്ല പാസ് എടുക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ഒന്ന് നമ്മൾ നോക്കി. പക്ഷെ നമുക്ക് അത്രയ്ക്ക് അതങ്ങോട്ടൊരു ഐഡിയ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ബെൽജിയം കുറേ കാര്യത്തിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഫസ്റ്റ് തന്നെ ബെൽജിയം ചോക്ലേറ്റ്, പിന്നെ ബെൽജിയം വാഫിൾസ്, പിന്നെ ഡയമണ്ടിനും അതേപോലെ ബെൽജിയം കുറച്ച് ഫേമസ് ആണ്. പിന്നെ ഈ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ലേസ്, പിന്നെ സാക്സഫോൺ എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, അതും ബെൽജിയത്തിലാണ് ഉണ്ടായത്. പിന്നെ ഏറ്റവും ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒറിജിൻ ബെൽജിയത്താണ്. എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുക ഫ്രഞ്ചിലാണെന്നാണല്ലോ, ഫ്രാൻസിലാണെന്നാണല്ലോ, പക്ഷേ അതിവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ നടന്ന് അവിടെ ഒരു ചെറിയ ഇതിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ താമസിക്കുന്ന ഏരിയയാണ് അതൊക്കെ ഒന്ന് വെറുതെ നടന്നിങ്ങനെ മനസ്സിലാക്കി. എവിടെയാണ് മെട്രോ സ്റ്റേഷൻ, അപ്പോൾ അതൊക്കെ നാളെ വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ ഇന്നൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള, ഇതാണ് വൈകുന്നേരം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള വ്യൂ ആണ് രാത്രി. അപ്പം ഞങ്ങളങ്ങനെ തിരിച്ച് റൂമിൽ വന്നു. അപ്പം നാളെ നമ്മൾ ബെൽജിയത്തിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.